ഒക്ടോബർ 10 ഇന്ന് വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ ആണ്. ലോക മാനസികാരോഗ്യം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു പഠനമുണ്ട്. അതായത് അമേരിക്കയിലെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ഏകദേശം 80 വർഷക്കാലം നീണ്ടു നിന്നൊരു പഠനം നടത്തി. 80 വർഷക്കാലം എന്ന് പറയുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു പഠനമാണ് ഇത്. അവർ കണ്ടെത്തിയത് എന്താണ് ഒരു മനുഷ്യനെ സന്തോഷവാനും ആരോഗ്യവാനുമാക്കി മാറ്റുന്നത്. ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തലായിരുന്നു ഈ പഠനം കൊണ്ട് അവർ ലക്ഷ്യമാക്കി. അപ്പം 80 വർഷക്കാലം 1000-നടുത്ത് ആളുകളെ അവർ ഈ പഠനത്തിന് വിധേയമാക്കി. അവരുടെ ജോലി, അവരുടെ സോഷ്യൽ ലൈഫ്, ബ്ലഡ് ടെസ്റ്റ്, അങ്ങനെ സകല കാര്യങ്ങളും അവർ കളക്ട് ചെയ്തു. എന്നിട്ട് 80 വർഷക്കാലം നീണ്ടു നിന്ന ഈ ഒരു പഠനത്തിൻ്റെ റിസൾട്ട് ചുരുക്കി 2 വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു മനുഷ്യനെ ഏറ്റവും സന്തോഷവാനും ആരോഗ്യവാനുമാക്കി മാറ്റുന്നത് നല്ല ബന്ധങ്ങളാണ്. ശരിയാണ്, നമുക്ക് നല്ല ജെനുവിനായിട്ട് നമ്മളെ കേൾക്കാൻ ആളുണ്ടെങ്കിൽ, നമ്മളെ സ്നേഹിക്കുന്ന, കൂടെ നിൽക്കുന്ന കുറച്ച് ക്വാളിറ്റി ആളുകൾ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ നമ്മൾ ഹാപ്പി ആവും, ഹെൽത്തി ആവും, നമ്മുടെ മെമ്മറി സ്ട്രോങ് ആവും. അതേപോലെ നമ്മുടെ ലൈഫിൽ ജെനുവിനായിട്ടുള്ള ആളുകൾ ഇല്ലെങ്കിൽ നമ്മുടെ മെമ്മറി അത്ര സ്ട്രോങ് ആയിരിക്കില്ല, ഡിപ്രഷൻ വരാനുള്ള കാരണമുണ്ടാവും. അപ്പം ക്വാളിറ്റി ആളുകൾ എന്ന് പറയുമ്പം അത് അച്ഛനോ അമ്മയോ ഭാര്യയോ സുഹൃത്തുക്കളോ ആരുമാവാം. അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ സമയം കിട്ടുമ്പോൾ ഒക്കെ ജെനുവിൻ ആയിട്ടുള്ള ആളുകളായിട്ട് നമ്മൾ നല്ല ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കും. താങ്ക് യു.